ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഹാബിറ്റ് ഒന്ന് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അല്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഒരു അച്ചടക്കം ഉണ്ടായി നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ നമ്മുടെ ലൈഫിൽ പരിശീലിക്കാം എന്നതാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ബുക്കോ അതുപോലെ തന്നെ ഒരു പേപ്പർ, ഇതുപോലത്തെ ഒരു പേപ്പറും നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ ബുക്കിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തില്ല കൃത്യമായിട്ട് നാളത്തെ പറ്റിയിട്ട് നമ്മൾ നാളെ എന്തൊക്കെ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും അറിയാമോ? നമ്മളായിരിക്കും ഇന്ന് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നാളെ ചെയ്യും. ഇത് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ജോലി ചെയ്താലോട്ട് തീരുവോ അതുമില്ല. എങ്കിൽ നമ്മൾക്ക് മൊത്തത്തിൽ എന്തില്ല, ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയാണ് ഓൾമോസ്റ്റ് 90% ആളുകാരെയും സംബന്ധിച്ചിട്ട്, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് കൃത്യമായിട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയായിട്ട്, ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച മടുത്ത ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ എന്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്നിട്ടുള്ള പച്ചയായിട്ടുള്ള സത്യങ്ങളാണ് ഇതിനകത്തോടെ വിളിച്ചു പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ്സ്, ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെന്റ് ആണ്. സോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിയാം. അതായത് നമ്മളൊരു ഒരു സംഭവമാണ് എന്ന് വേറെ ആർക്കും തോന്നണ്ടേ, നമുക്ക് തന്നെ തോന്നണ്ടേ. അതിന് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതായത് നമുക്കൊരു 21 ഡേയ്സിലേക്ക്, അതായത് നിങ്ങളിപ്പം എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലും എന്താണ് ഒരു നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അപ്പൊ ചിലര് സംബന്ധിച്ച് സുംബ ഡാൻസ് ആയിരിക്കും ചെയ്യുന്നത്, ചിലര് യോഗ ആയിരിക്കും, ചിലര് ഇവരെ എന്തെങ്കിലും ആയിരിക്കും, അവരവരുടെ ചിലര് വോക്കിംഗ് ആയിരിക്കും. എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചിലര് കിച്ചൺ ക്ലീനിങ് ഒക്കെ താല്പര്യമില്ലാത്തതായിരിക്കും, ചിലർക്ക് മിറ്റം തൂക്കുന്നത് താല്പര്യമില്ലാത്തതായിരിക്കും, ചിലർക്ക് ബാത്റൂം വൃത്തിയാക്കുന്നത് താല്പര്യമില്ലാത്തതായിരിക്കും. നമുക്ക് എന്തൊക്കെ ആണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ, അതായത് നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ കാണുമല്ലോ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 6 സ്വഭാവങ്ങൾ നിങ്ങളൊന്ന് പിന്നെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഈ ഒരു പേപ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കോളത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പൊ അവിടെ നമ്മൾക്ക് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇടുക. അപ്പൊ 10/7/2026. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വെക്കുക. അപ്പൊ അത് മുതൽ 10, 11, 12 താപ്പോട്ട് ആ ഒരു കോളംസിനകത്ത് 31 വരെ കൊടുക്കുക. 31/7/2026 വരെ കൊടുക്കുക. അപ്പൊ ഇനി ചിലരെ സംബന്ധിച്ചിട്ട് അവർക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഇനി ഇഷ്ടം ഉണ്ടെങ്കിലും കൊള്ളാം, ഇഷ്ടം ഇല്ലെങ്കിലും കൊള്ളാം, നിങ്ങൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് റൂളാണ്, നമ്മൾ എഴുന്നേൽക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഒന്ന് അതിനകത്തെ ചുളിവുകളൊക്കെ നൂത്ത് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയിടുക. അപ്പൊ ആ ഒരു ജോലി നമുക്കൊന്ന് തീർന്നു കിട്ടുമല്ലോ. അതായത് എല്ലാ ദിവസവും നമുക്ക് ടിക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. വളരെ 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് തീരാവുന്ന പ്രവൃത്തിയേ ഉള്ളൂ. അപ്പൊ ആ ബെഡ്ഷീറ്റ് എന്നുള്ള കോളം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തു വെക്കുക. അപ്പൊ അവിടെ നിങ്ങൾ താഴെ എന്തെഴുതുക, ആ ഒരു കോളം ബെഡ്ഷീറ്റ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്ക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോളം മാത്രം കൊടുത്തേച്ചാൽ മതി. അതായത് ചിലപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീനിങ് ആയിരിക്കും, ചിലപ്പോൾ ഫ്രിഡ്ജിന്റെ ക്ലീനിങ് ആയിരിക്കും, ചിലപ്പോൾ ഡൈനിങ് ടേബിളിന്റെ ടോപ്പ്, ഇതൊക്കെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ചിലര് പീരിയോഡിക്കലി ആയിരിക്കും ചെയ്യുന്നത്. എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലീനിങ്ങിന് മാത്രം ഒറ്റ ഒരു സ്പേസ് മാത്രം കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ശീലങ്ങൾ കൊണ്ടുവരണം എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു കോളം മാറ്റി വെക്കുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചിലരെ സംബന്ധിച്ചിട്ട് അറിയത്തില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറയാം, നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ശ്വാസത്തില് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കുറേ അധികം ചിന്തകൾ വരും. അപ്പൊ ആ ചിന്തകൾ വന്നോട്ടെ, ആ ചിന്തകൾ വരുന്ന ടൈമിൽ നിങ്ങൾ അതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിനോടൊപ്പം തന്നെ നിങ്ങൾ സഞ്ചരിച്ച് പോവുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേശ്ശെ എന്ത് ചെയ്യും, ഈ ചിന്തകൾ കുറയാൻ തുടങ്ങും. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ക്രമേണ ശാന്തമാകാൻ
ശ്രമിക്കാം. ശ്രമിക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊന്നും ഇത് ആദ്യമായിട്ടൊന്നും പറ്റത്തില്ല. ഇപ്പൊ മെഡിറ്റേഷൻ ഒക്കെ സ്ഥിരമായിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ആദ്യത്തെ ദിവസം 5 മിനിറ്റ് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു കോളം മാറ്റിയേക്കാം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമലി വീട്ടമ്മമാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ടൈലറിങ്ങിന് താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല്, ചിലരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ആയിരിക്കും പഠിക്കാനുള്ള താല്പര്യം. എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു സ്കില്ലും കൂടെ അതിനോടൊപ്പം പുതുതായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ പിള്ളേരെടുത്തും നല്ല രീതിയിൽ ചെലവഴിക്കും. അപ്പൊ അതിനുവേണ്ടി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുന്നതായിട്ടോ അവർക്കുള്ള അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കോളം അവർക്കും വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുക. പിന്നെ മസ്റ്റായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരെണ്ണമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലാത്തതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളുടെ ചീത്തയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ചീത്തയാണ്. കാര്യം നമ്മൾ ഈ ശ്വസിക്കുന്ന ജീവവായുവിനായാലും നമ്മൾ പിന്നെ പിന്നെ കുടിക്കുന്ന വെള്ളത്തിനായാലും ഒക്കെ എത്രയും നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. വിലയില്ലെന്നല്ല, വിലമതിക്കാനാവാത്തതാണ്. സോ നിങ്ങൾ അതിനെങ്കിലും നന്ദി പറയുക. അപ്പോഴാണ് നന്ദി ഉള്ളവരെ മാത്രമേ ദൈവം കൂടുതൽ കൂടുതൽ ഉയർത്തത്തുള്ളൂ. നന്ദി ഇല്ലാത്തവരെ അത്രത്തോളം താക്കുകയും ചെയ്യും. സോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ നിങ്ങൾ ടുഡേ ഇറ്റ്സെൽഫ് മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഒരു 30 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ, വേണ്ട ഒരു 7 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഡ്രമാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? മസ്റ്റായിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോളം, ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട്, ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ട്, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് അത് വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ളവരാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്താണോ താല്പര്യം, നിങ്ങൾക്ക് എന്താണ് പുതുതായിട്ട് ചെയ്യേണ്ടത്, ആ ഒരു രീതി ഞാൻ ചെയ്തിരിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഓരോ ചില ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യം വന്നു. ഇപ്പം ഒരു ദിവസമാണെങ്കിൽ ഞാൻ ക്ലീനിങ്ങും ഒന്നും ചെയ്തിട്ടില്ല, ആ ദിവസം എനിക്ക് വേറെ കുറച്ച് അഡീഷണലി പണിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല. അപ്പൊ അവിടെ തന്നെ എഴുതി വെക്കും. എന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഇതെല്ലാം ഇതിനകത്ത് എസും നോയും ഈ ടിക്കൊക്കെ കാണുന്ന ടൈമിൽ നമ്മൾ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആകും. അതായത് ഒന്നും ഇല്ലാത്തതിനേക്കാൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനകത്ത് എസും, ചിലതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർബന്ധിക്കേണ്ട, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസവും പക്ഷെ ഇതിനകത്ത് വന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. നിങ്ങളിത് ജോലി ചെയ്താലും കൊള്ളാം, ജോലി ചെയ്തില്ലെങ്കിലും കൊള്ളാം, എസ് ആയാലും നോ ആയാലും നിങ്ങൾ ആ ദിവസം തന്നെ രേഖപ്പെടുത്തി എങ്ങനെയായാലും നിങ്ങൾ കൃത്യമായി 21 ഡേയ്സ് കൊണ്ടുപോകണം. ഇനി ഞാൻ 2-3 ടിപ്സ് കൂടെ ഇതിനകത്ത് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് പലരെയും സംബന്ധിച്ച് നമ്മൾക്ക് ഈ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രോസസ്സാണ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അത് കിച്ചൺ ആയാലും എന്തോ ആയാലും റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന എല്ലാ സംഭവം അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ താല്പര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെ? ഒന്നുകിൽ നമുക്ക് ഡസ്റ്റ് അലർജി കാണും, അതിന് നമ്മൾ കുറെ റീസൺസ് കണ്ടുപിടിച്ച് നോക്കും. പക്ഷെ നമ്മൾ ക്രമേണ നമ്മളുടെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കണം. ആ സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ആദ്യം നമുക്ക് കൊണ്ട് പറ്റത്തില്ല. ആദ്യ ദിവസം ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ എങ്ങനെയാണ് ആ മെന്റലി ഉള്ള പ്രശ്നം മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് നിങ്ങൾ പിന്നെ നിങ്ങൾ എവിടാണോ ഇരിക്കുന്നത് അവിടെ തന്നെ കണ്ണടച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്കിപ്പം ഒരു പുസ്തകമാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ PSC റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത്, ഓർ എനിത്തിങ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്, എന്തും ആയിക്കോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ ആ പഠിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. then അവിടെ പോയിട്ട് ആ കസേരയിൽ ഇരിക്കുന്നതായിട്ടും നിങ്ങൾ പുസ്തകം തുറക്കുന്നതായിട്ടും നിങ്ങൾ പഠിക്കുന്നതായിട്ടും എല്ലാം നിങ്ങൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഒളിമ്പിക്സിനുള്ള പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ 4 വർഷം മുമ്പ് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന എന്താണ്, ആ ലാസ്റ്റ് ഗോൾ ആണ് അവര് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളുടെ ബ്രെയിനിൽ എന്തുണ്ടാകും, ആ ന്യൂറൽ പാസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവാൻ തുടങ്ങും. ആദ്യമൊക്കെ ഈ വിഷ്വലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒന്നും തോന്നത്തില്ല. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ഫീല് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളണം. അപ്പൊ എന്ത് ചെയ്യും, പുതിയ ആ പഴയ നമ്മുടെ ആ പാത്ത് മാറി പുതിയ രീതിയിൽ ആ പാത്ത് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. മനസ്സിലായി? ഇത് ടേക്ക് ടൈം, ബട്ട് നമ്മൾ അത് ആ ഒരു ടൈം നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇന്നലെ വരെയുള്ള ശീലത്തിൽ നിന്ന് പുതിയൊരു ശീലമാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങളിപ്പോ ആ ജോലി ചെയ്യുന്നതും നിങ്ങൾ അതായിട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്ത്
നിങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല ഇതോട് കൂടിയിട്ട് നിങ്ങൾ കണ്ണു തുറന്നിട്ട് പെട്ടെന്ന് തന്നെ വിത്തിൻ 3 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളിപ്പോൾ തുണി കഴുകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തുണി കഴുകാൻ പോകുക, അല്ലെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യാനാണെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യുക. അപ്പൊ ഞാൻ എന്നെയൊക്കെ സംബന്ധിച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ മടി ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മടി മാറ്റാനുള്ള നല്ല സൂപ്പർ ടെക്നിക്കാണ്. അപ്പൊ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയാലിറ്റിയിൽ സംഭവിക്കുന്ന അതേ ന്യൂറൽ നമ്മൾക്ക് ക്രിയേറ്റഡ് ആവും. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ മെന്റലി ആ ഒരു എന്ത് ചെയ്യത്തില്ല, ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ അപ്രീസിയേഷൻ കൊടുക്കണം. മീൻസ് ഇപ്പൊ നിങ്ങൾ കിച്ചൺ വൃത്തിയാക്കുകയാണ്, ഞാൻ ഈ കിച്ചൺ വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ ആ ചെയ്യുന്ന കാര്യങ്ങൾ അതിനിടയിൽ നമ്മൾ അതിന് അന്നേരം തന്നെ അതായത് രാവിലെ കിച്ചണിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് തന്നെ ആ കിച്ചണിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ ടോപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദോശമാവ് വീഴുന്ന ടൈമിൽ അത് ക്ലീൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അതൊന്ന് ചെയ്തു. അപ്പൊ നമ്മൾ ഒരു പ്രോസസ്, എന്റെ അത്രയും വലിയൊരു ജോലി കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ലാസ്റ്റിൽ നമുക്ക് എന്താ ഈ ദേഷ്യം വരുന്നത്, ഈ പറയുന്ന മെന്റൽ സ്ട്രഗിൾസ് എല്ലാം കൂടെ നമുക്ക് കയറി വരും. ഈ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിലോട്ട് ചെന്നാൽ മതിയല്ലോ. പക്ഷെ ചിലരെ സംബന്ധിച്ച് അടുക്കി വെക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നോടും അവരുടെ ആ മെന്റലി നമ്മൾ പിന്നെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് 1-2 പാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് സമാധാനം. ചിലരെ സംബന്ധിച്ച് എന്ത് ചെയ്യും, കിച്ചൺ ഫുള്ളായിട്ട് ആ സിങ്ക് നിറയെ പാത്രങ്ങളായിരിക്കും. അപ്പൊ അത് കാണുമ്പോഴേ നമുക്ക് മൊത്തത്തിലേ ആ ഒരു ദിവസം പോവാൻ അത് മതി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്ത് അത് മനഃപൂർവ്വം മീൻസ് നമ്മൾ ആ ദോശ ഒന്ന് തിരിച്ചിടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു പാത്രം കഴുകി വെക്കാൻ പറ്റും. പക്ഷെ നമ്മളത് അന്നേരം ആ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആ മെന്റൽ ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും നമുക്ക് ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ തരുന്നത്. അപ്പൊ അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആന്തരികമായിട്ടുള്ളൊരു സമാധാനം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് തരാനുള്ള ടിപ്പുകൾ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ കൂടിയിട്ട് അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു. ഐ ലവ് യു ഓൾ.